ഹലോ. ആശിക്കമ്മക്ക് തീരെ സുഖമില്ല. ഞാൻ 2 ദിവസം കൂടെ ഇവിടെ നിന്നോട്ടെ? എന്നാ നീ വരണ്ടടി, 2 ദിവസം അമ്മേൻ്റെ അടുത്തോണ്ട് പോരി. ആ ഓക്കേടി. അല്ല ഉമ്മക്ക് എന്താ പറ്റി? അത് ഉമ്മക്ക് ചെറിയ തലവേദനയും ക്ഷീണമല്ല, ഉമ്മക്ക് എടുക്കാം. അല്ല നിങ്ങൾ എന്താ പറയാണ്ട് വന്ന്? ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ വന്നാ. ഉമ്മ കിടന്നോട്ടെ, അമ്മ ഡിസ്റ്റർബ് ചെയ്യണ്ട. വെള്ളതാ. അല്ല ആശിക്ക, നിങ്ങൾ ഇന്ന് ഓഫീസിലൊന്നും പോയില്ല? ഇല്ല, എൻ്റെ ഉമ്മക്ക് വയ്യാത്തല്ലേ, പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാലോ, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പറഞ്ഞ് ലീവ് എടുത്താ. പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള പൈസ ഒക്കെ ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെയ്ത് കിട്ടോ. അല്ലേ വേണ്ട, ഞാനും വരാം നാളെ. അല്ലേ എന്താ അത്യാവശ്യം ഉണ്ടെങ്കിലോ? എനിക്ക് ഭയങ്കര സന്തോഷമായി ആശിക്ക. എൻ്റെ ഉമ്മനെ ഇപ്പനെ നിങ്ങൾ സ്വന്തം ഉമ്മനെപ്പനെയും പോലെ കാണുന്നുണ്ടല്ലോ. ഞാൻ എന്തായാലും കഴിക്കാൻ എടുക്കട്ടെ നിങ്ങൾക്ക്? ഞാൻ എന്നാൽ പോയി വരാം. ഉമ്മക്ക് കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ആ എന്തെങ്കിലും ആവശ്യം എന്നെ വിളിച്ചു കേട്ടോ. പിന്നെ പൈസക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ കാർഡ് എടുത്താൽ മതി കേട്ടോ. ശരി. ആശിക്ക പോലെ 1 മിനിറ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കര ലക്കിയാണ് നിങ്ങളെ മാതിരിയുള്ള ഹസ്ബൻഡ് കിട്ടിയതിൽ. ശരി. ഹലോ. എന്താടാ കാണിച്ചിട്ട് മദറിൻലോക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. എന്താടാ എന്റെ പൈസ കുറയുമ്പോ പൊട്ടിയുണ്ടാവല്ലോ. അത് പൈസ അങ്ങോട്ട് എറിഞ്ഞാലടാ പൈസ അങ്ങോട്ട് കിട്ടുള്ളൂ. ഓളെ വാപ്പക്കും ഉമ്മക്കും പൂത്ത സ്വത്താണ്. അതെങ്ങനെ ഇങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റണം. ഇനി വല്ലാത്ത സാധനം തന്നെ കേട്ടോ. ശരി എന്നാല്. ഇപ്പൊ 2 ദിവസമായില്ലേ ഓളെ വീട്ടിൽ പോയിട്ട്. ഇന്നെന്തായാലും പോയി കൂട്ടിക്കൊണ്ടുവരാം. ഹലോ. ഹലോ, ഞാൻ ആസിമാണ്. ആ ഈ മാസം 12 നിന്റെ കല്യാണാണ്. നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്തായാലും വരണേ. ഓ വരാലോ. എല്ലാരെയും ഒന്ന് കാണാലോ. പിന്നെ കാണണം. ആഷിക്കുണ്ടാവൂടാ? ആഷിർക്കുണ്ടാവൂടാ? ഒന്ന് കൊടുക്കൂ. ആശിക്ക് ഇവിടെ ഇല്ല. അപ്പൊ വെറുതെ 2 ദിവസം ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആരാ വിളിച്ചിരിക്കുന്നത്? ആശിക്ക നിങ്ങളിപ്പോ വന്നേ? ഞാനിതിപ്പോ വരുന്ന വയ്യ. നിങ്ങൾ ഇരിക്കേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ആ ഹലോ ഹിബ. ആണിന്റെ ശബ്ദമാണല്ലോ. ഇത്രയും പോരാൻ വേണ്ടിയിട്ട് എന്നെ കെട്ടിയാൻ എൻ്റെ സ്വത്തം കിട്ടാ. അതിൻ്റെ അടുത്ത് കൂടി അവഹിതം ഉണ്ടാക്കാൻ നോക്കുന്നു. വെച്ച് പൊറപ്പിക്കണേ രണ്ടിനെ. ആശിക്ക ചായ. ആ നിങ്ങൾ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചിരുന്നോ? അത് ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു കോൾ വന്നേടി. എന്തേ? നിങ്ങൾ സംസാരിക്കുന്ന സൗണ്ട് കേട്ടീന്. ആശിക്ക നിങ്ങൾ എന്റെ ഫോൺ നോക്കി, എന്റെ ഇൻസ്റ്റാഗ്രാം കിട്ടുന്നില്ല. എന്റെ ഫോൺ നോക്കിയിട്ടും അതിലും കാണുന്നില്ല. ഇൻസ്റ്റാഗ്രാമല്ല എൻ്റെ, അത് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തു. അല്ലാതെ ഞങ്ങൾക്ക് എന്താ ഇൻസ്റ്റാഗ്രാം? നമുക്ക് അറിയുന്നവരൊക്കെ ചുറ്റുന്നില്ലേ. ഇപ്പം ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ അത്ര നല്ലതൊന്നല്ല. ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ്മാരോടൊക്കെ ഞാൻ അതിലാണ് കോണ്ടാക്ട് ചെയ്യല്. കല്യാണം കഴിഞ്ഞില്ലേ ഇപ്പം എൻ്റെ? ഇനി എന്ത് ഫ്രണ്ട്സ്? അപ്പം ഇനി ഇന്നും വരുന്നില്ലല്ലേ? ഞാൻ പോട്ടെ എന്നാല്. ആശിക നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോയതാ. എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നു. ഈ വരുന്ന 12-ാം തീയതി എന്റെ കല്യാണത്തിന് പോവാൻ പറഞ്ഞിട്ട്. ഈ മാസം 12-ാം തീയതി അല്ലേ? അത് നടക്കൂലടി. എനിക്ക് ഓഫീസിൽ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. അപ്പം ഇങ്ങോട്ട് എന്തായാലും നിൽക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേനല്ലോ അതിനെ പറ്റി. ഇപ്പം പറഞ്ഞില്ലേ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ഇതിപ്പോ എന്താ ഇങ്ങനത്തെ സ്വഭാവം? ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലേന്നല്ലോ.